പരീക്ഷകൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഞാനിപ്പോഴും വേറെ ഏതോ ഒരു ലോകത്താണ്. ഇനിയും പഠിക്കാനായിട്ട് ഒരുപാടുണ്ട്. എനിക്ക് ഇതുവരെ അറിയുക പോലും ചെയ്യാത്ത ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. ഞാൻ ഒരുപാട് പുറകിലാണ്. കഴിഞ്ഞ എക്സാംസൊക്കെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്തത് എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വലിയൊരു പരാജയത്തിലേക്കാണ് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ മൈ ഫ്രണ്ട്, സ്റ്റിൽ യു ഹാവ് ടൈം. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൺഗ്രാറ്റുലേഷൻസ് എന്നാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ചേഞ്ച് വേണം എന്ന് തോന്നിയല്ലോ, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും, പേടി ഉണ്ടാവും. കഴിഞ്ഞ എക്സാംസ് ഒന്നും മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, റിസൾട്ട്സ് വരുമ്പോൾ എന്താവും അവസ്ഥ എന്നൊക്കെ ആലോചിച്ചിട്ട് അല്ലേ. പക്ഷേ അതെല്ലാം കഴിഞ്ഞു പോയി. പാസ്റ്റ് ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ഫ്യൂച്ചർ എന്താകും എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഇപ്പോഴാണ്, ഈ സെക്കൻഡിലാണ്. കഴിഞ്ഞുപോയ എക്സാംസ്, അതിൻ്റെ റിസൾട്ട് എല്ലാം നിങ്ങൾ മറന്നേക്കുക. ഓൾ യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ പ്രസൻറ്റ്. ദ ബെസ്റ്റ് ടൈം ടു പ്ലാൻ എ ട്രീ വാസ് 10 years ago. ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് നൗ. ഒരു ചൈനീസ് പ്രോവേർബാണ്. ഒരു മരം നടാനായിട്ട് ഏറ്റവും മികച്ച സമയം 10 വർഷം മുമ്പായിരുന്നു. രണ്ടാമത്തെ മികച്ച സമയം ഇപ്പോഴാണ്. അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങുക. ബുക്സ്, സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട്സ് എല്ലാം എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഓർക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഒരു യുദ്ധത്തിൽ ആര് തുടങ്ങിയെന്നോ എങ്ങനെ തുടങ്ങിയെന്നോ അല്ല, ഫൈനൽ സ്റ്റെപ്പ് എങ്ങനെയാണ്, ഫൈനൽ സ്ട്രാറ്റജി എന്താണ് എന്നാണ് പ്രധാനം. അവസാന ഘട്ടത്തിൽ എടുക്കുന്ന എഫേർട്ടാണ്, അവസാന ഘട്ടത്തിൽ എടുക്കുന്ന സ്ട്രാറ്റജിയാണ് ഒരു യുദ്ധത്തിൻ്റെ ജയവും പരാജയവും ഒക്കെ തീരുമാനിക്കുന്നത്. അവസാന ലാപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യുന്ന റേസറാണ് ചാമ്പ്യൻ ആവുന്നത്. ഒരു മീറ്റിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ കീ പോയിൻറ്റ്സ് സമ്മറൈസ് ചെയ്യുമ്പോഴാണ്, അപ്പോൾ നമ്മൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ഒരു മീറ്റിംഗ് സക്സസ് ആവുന്നത്. ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് എക്സാം പ്രിപ്പറേഷൻ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. ഇതുവരെ എന്ത് ചെയ്തു എന്നല്ല, ഈ അവസാന ലാപ്പിൽ ഇനി എന്തൊക്കെ ചെയ്യാം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോഴും വൈകിട്ടില്ല. സോ ഗെറ്റ് അപ്പ്, ടേക്ക് യുവർ ബുക്സ് ആൻഡ് സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻസ്. ഇപ്പോഴും പഠിക്കാനായിട്ട് മൂഡ് വരുന്നില്ല, പഠിക്കാൻ തോന്നുന്നില്ല എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിന് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താകും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ ശരിയായിട്ടില്ലെങ്കിലോ? ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി തരിക? ആരാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ജീവിതം കൊണ്ടുവന്ന് തരിക? ആരാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്ത് തരിക? നിങ്ങളുടെ അച്ഛനോ അതോ അമ്മയോ പിന്നെ ഫ്രണ്ട്സാണോ? ഇവർ ആരുമല്ല. ഇവയെല്ലാം നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തുനിഞ്ഞിറങ്ങണം. നിങ്ങളുടെ മുന്നിൽ ഭക്ഷണം എത്തണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ തന്നെ ഏൺ ചെയ്തേ മതിയാകൂ. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ പ്രോക്രാസ്റ്റിനേഷൻ കാരണം ഭാവിയിൽ നിങ്ങൾക്ക് തന്നെയാണ് ദുഃഖിക്കേണ്ടി വരിക. റിമെമ്പർ, യു ആർ ഇൻ യുവർ ഫൈനൽ ലാപ്പ്. ഡോണ്ട് ഗിവ് അപ്പ് നൗ. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനുള്ളൂ. സോ പ്ലീസ് അടുത്ത കുറച്ച് ദിവസത്തേക്കെങ്കിലും സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് മാറ്റിവെച്ച് പഠിക്കാനായിട്ട് മാത്രം ഇരിക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്കറിയാം. ബട്ട് ഭാവിയിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുന്നതാണ്, അല്ലേ? കുറച്ചെങ്കിലും സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും നേടാനായിട്ട് കഴിയുമോ? ലൈഫിലൊന്നും തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നില്ല. ഇനിയും എന്താണ് നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്നത്? ഹറിയപ്പ്, നിങ്ങളുടെ സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടേക്ക് യു ബുക്സ്, സ്റ്റാർട്ട് സ്റ്റഡിങ്. ജസ്റ്റ് ഫോക്കസ് ഓൺ സ്റ്റഡിങ്. റിസൾട്ട്സിനെ കുറിച്ച് ആലോചിച്ച് ഇപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതൊരിക്കലും നമ്മുടെ കയ്യിലുള്ളൊരു കാര്യമല്ല. നമ്മൾ ചെയ്യേണ്ടത് ട്രൈ ചെയ്യുക എന്നതാണ്. റിസൾട്ട്സ് പിന്നീടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ 100% കൊടുത്ത് പഠിക്കുക. ഡെഫിനറ്റ്ലി അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. മറ്റുള്ളവരെ കുറിച്ചൊന്നും നിങ്ങൾ ബോധേഡാവേണ്ട കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ, ഹാർഡ് വർക്കിൽ, എഫേർട്ടിൽ ഫോക്കസ് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്.